ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് തണുപ്പിച്ചിട്ടും ചൂടോട് കൂടിയൊക്കെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് ചവ്വരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ചവ്വരി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് 1.5 കപ്പ് പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പിന് താഴെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിലടിച്ചോട്ടെ, നന്നായിട്ട് വെന്ത് കിട്ടണം. ചവ്വരി നന്നായിട്ട് കുതിർന്ന് വന്നാൽ ഇനി ഒരു പാനിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചവ്വരി നന്നായിട്ട് വെന്ത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണം, അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചവ്വരി എടുക്കുന്ന സമയത്ത് ചെറിയ ചവ്വരി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ വെന്ത് വരുന്ന സമയത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാനും നല്ലത് ആ ഒരു ചെറിയ ചവ്വരിനെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. പൈനാപ്പിളും ആ ഒരു പഞ്ചസാരയൊക്കെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള പരന്ന പാനിലൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടുകയും ചെയ്യും, മധുരമൊക്കെ പൈനാപ്പിൾ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറിയിട്ട് കിട്ടണം. ഈ ഒരു സമയത്ത് വേറൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത്യാവശ്യം മധുരം ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചൂടോടുകൂടി കഴിക്കാനായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്, തണുപ്പിച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിലൊന്ന് അരിച്ചിട്ട് ചവ്വരി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചവ്വരി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് ചവ്വരി ചേർക്കുകയാണെങ്കിൽ പിരിയുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടെങ്കിൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. തണുത്തതിന് ശേഷം മാത്രം പൈനാപ്പിൾ ചേർത്ത് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കിസ്മിസ് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം, പൈനാപ്പിൾ ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്.